ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ PYQ സീരീസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും GK പാർട്ടിൽ നിന്ന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോർട്സും ഒക്കെ കാണുന്നവർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 2. P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. 3. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 4. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. എന്റെ ആൻസർ ഓപ്ഷൻ സി. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. 2ാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. ഇതാണ് സംഭവങ്ങൾ. അപ്പൊ നമുക്ക് അതിന്റെ വർഷം നോക്കാം. 2ാം വട്ടമേശ സമ്മേളനം നടന്ന എന്നാ? 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922. ബർദോളി സത്യാഗ്രഹം 1928. അപ്പൊ ആൻസർ 1 സി, 2 ഡി, 3 എ, 4 ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 1. ലോങ് മാർച്ച്. 2. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. 3. മഹത്തായ സാംസ്കാരിക വിപ്ലവം. 4. ജപ്പാന്റെ ചൈന ആക്രമണം. ഇത് ശരിയായിട്ടുള്ള ഉത്തരം ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ആൻസർ ഓപ്ഷൻ ഡി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 2. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 3. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. 4. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ശരിയായിട്ടുള്ളത് 2ഉം 4ഉം പ്രസ്താവനകളാണ്. ആൻസർ ഓപ്ഷൻ ഡി. 2ഉം 4ഉം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂർ, നാനാ സാഹിബ്. ആര നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. ഡൽഹി, ബഹദൂർ ഷാ. ഇപ്പൊ കലാപം നയിച്ചവരും നേതാക്കളുമാണ് തന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ കൻവർ സിംഗും ഷാമഹലുമാണ് വരുന്നത്. ഓപ്ഷൻ സി. ആരയിൽ കൻവർ സിംഗ്, ബറൌട്ടില് ഷാമൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1. 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 2. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. 3. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കരിമ്പ് കൃഷി
പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണുണ്ടാകുന്നത് ഏതു പാറ പൊടിഞ്ഞാണ്? ആൻസർ ഓപ്ഷൻ എ ബസാൾട്ട്. ബസാൾട്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദിരാ കനാൽ സത്ലജ് നദിയിൽ. ഓപ്ഷൻ ഡി. 10ാമത്തെ ക്വസ്റ്റ്യൻ, പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. ഓപ്ഷൻ ബി. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. ഓപ്ഷൻ എ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. GDP നിരക്ക് വർദ്ധിച്ചു. 2. വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. 3. കൃഷിയിൽ പുരോഗതി ഉണ്ടായി. 4. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഇവിടെ യോജിക്കാത്തത് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി. 15ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. ഓപ്ഷൻ എ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ സി പീച്ചി. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. 2. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. 4. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. ഓപ്ഷൻ എ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 2. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. 3. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ശരിയായിട്ടുള്ളത് 1, 3 പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ കേരള സംസ്ഥാന ലോകായുക്ത. ഓപ്ഷൻ ബി ആണ്. കേരള സംസ്ഥാന ലോകായുക്ത. 21. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. 1. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. 2. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. 3.
ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ശരിയായിട്ടുള്ളത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും. 22ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്തത് നവകേരള സദസ്. ഓപ്ഷൻ എ, നവകേരള സദസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. 1. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. 2. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. 3. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ഇതില് പ്രസ്താവന 3 തെറ്റാണെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി, പ്രസ്താവന 3 തെറ്റാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? കർത്തവ്യപഥ്. ഓപ്ഷൻ സി, കർത്തവ്യപഥ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. 1. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, നിശ്ചയിക്കുന്നതാവാം. 2. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. 3. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഇവിടെ 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി, 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? നിരാമയ. ഓപ്ഷൻ ഡി, നിരാമയ. 27ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. 3. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. തെറ്റായിട്ടുള്ളത് പ്രസ്താവന 3 ആണ്. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന 3 തെറ്റാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ആദിത്യ L1. ഓപ്ഷൻ ബി, ആദിത്യ L1. 29ാമത്തെ ക്വസ്റ്റ്യൻ, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. 1. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 2. 3/1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 3. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ സി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ അറ്റോർണി ജനറൽ. ഓപ്ഷൻ ഡി, അറ്റോർണി ജനറൽ. 32ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ. ഓപ്ഷൻ ഡി. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി, വൈറ്റമിൻ ഡി.
34-ാമത്തെ ക്വസ്റ്റ്യൻ, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ പരിശോധന സാൽമൊണല്ല ടൈഫി. ഓപ്ഷൻ ബി സാൽമൊണല്ല ടൈഫി. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആഗോളതാപനം, ആൻസർ ഓപ്ഷൻ എ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. 36-ാമത്തെ ക്വസ്റ്റ്യൻ, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? സത്യനാരായണ ബെളേരി. ഓപ്ഷൻ ഡി സത്യനാരായണ ബെളേരി. 37-ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? തന്നിരിക്കുന്നതിൽ അലൂമിനിയം. ഓപ്ഷൻ സി അലൂമിനിയം. 38, ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശത്ത്. ഓപ്ഷൻ ബി ധ്രുവം. 40-ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് 23 ആണ്. ഓപ്ഷൻ ഡി. 41, ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് ഐസോബാറുകൾ. ഓപ്ഷൻ ബി. 42, താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. 43, ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം? NH3. ഓപ്ഷൻ എ. 44, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഇൽമനൈറ്റ്. ഓപ്ഷൻ ഡി. 45, ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പടയണി. ഭൈരവിക്കോലം പടയണി. 46, കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം പി വത്സല. ഓപ്ഷൻ ബി പി വത്സല. 47, വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ഓപ്ഷൻ ബി 7. 48, ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെ കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത്? പരവൂർ കേശവനാശാൻ. ഓപ്ഷൻ എ പരവൂർ കേശവനാശാൻ. 49, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? വി ഷിനിലാൽ. സമ്പർക്ക ക്രാന്തി വി ഷിനിലാൽ. ഓപ്ഷൻ സി. 50, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത്? റോജിൻ തോമസ്. ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ്. 51 മുതൽ മാത്സ് ആണ്. ആൻസർ പറയാം. 51, ഓപ്ഷൻ എ സ്തൂപിക സംഖ്യകൾ. ഓപ്ഷൻ എ. 52, ആൻസർ ഓപ്ഷൻ ഡി 104. 52, ഓപ്ഷൻ ഡി 104. 53, ഓപ്ഷൻ ബി 15 ദിവസം. 53, ഓപ്ഷൻ ബി 15 ദിവസം. 54, ആൻസർ ഓപ്ഷൻ ബി 4.
ഓപ്ഷൻ ബി 4. 55 ആൻസർ ഓപ്ഷൻ ഡി 8.5. ആൻസർ ഓപ്ഷൻ ഡി ആണ് 55. 56 34.98. ഓപ്ഷൻ എ 34.98. 57 ആൻസർ 2√2 പൈ സെന്റിമീറ്റർ. ഓപ്ഷൻ സി 2√2 പൈ സെന്റിമീറ്റർ. 58 ഓപ്ഷൻ എ. 58 ആൻസർ ഓപ്ഷൻ എ ആണ്. 59 ഓപ്ഷൻ ബി അളിയൻ. 59 ഓപ്ഷൻ ബി അളിയൻ. 60 ഓപ്ഷൻ സി 87. 60 ഓപ്ഷൻ സി 87. 61 മുതൽ ഇംഗ്ലീഷ് ആണ്. ആൻസർ പറയാം. 61 കുഡ് ഹാവ് മെറ്റ് ഹിം. ഓപ്ഷൻ എ ആണ്. 61 ഓപ്ഷൻ എ. 62 കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഓപ്ഷൻ സി. കൊളീഗിന്റെ സ്പെല്ലിംഗ് ഓപ്ഷൻ സി. 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. കാൾഡ് ഓഫ്. ഓപ്ഷൻ ബി കാൾഡ് ഓഫ്. 64 ഓപ്ഷൻ സി ഗോസ്. 64 ഓപ്ഷൻ സി ആണ് ഗോസ്. 65 ഓപ്ഷൻ ഡി ഈസ്. 65 ഈസ് ആണ് ഓപ്ഷൻ ഡി. 66 ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. 67 ഓപ്ഷൻ സി. 67 ഓപ്ഷൻ സി ആണ്. John has been asked to make a speech at the meeting by someone. Option C. 68 ഓപ്ഷൻ എ. 69 ഓപ്ഷൻ ഡി shall we. ഓപ്ഷൻ ഡി. 70 ഓപ്ഷൻ എ ആണ്. 70 ഓപ്ഷൻ എ. 71 മുതൽ മലയാളമാണ്. നോക്കാം. ശരിയായ രൂപമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കൈയെഴുത്ത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 72 ഓപ്ഷൻ ബി നെൽമണി. ഇത് ചിലപ്പോൾ ഡിലീഷൻ ആകാം. നെൽ പ്ലസ് മണി. ഓപ്ഷൻ ഡിയും ശരിയായിട്ട് വരാം. 73 വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം വൈയാകരണൻ. ഓപ്ഷൻ എ. 73 ഓപ്ഷൻ എ. 74 ചിലർ എന്ന പദം ഏതു വചനമാണ്? അലിംഗ ബഹുവചനം. ഓപ്ഷൻ സി അലിംഗ ബഹുവചനം. 75 പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം. ഓപ്ഷൻ ഡി. 76 സമാന പദം എഴുതാനാണ് മഞ്ഞ്. പ്രാലേയം. ഓപ്ഷൻ ബി പ്രാലേയം മഞ്ഞ്. 77 മാൻ എന്ന വാക്കിന്റെ പര്യായം. ഓപ്ഷൻ സി ഏണം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. 78 ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു ചാകുന്നു. ഓപ്ഷൻ എ ചാകുന്നു. 79 ശരിയായ വാക്യമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. 80 സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഓപ്ഷൻ ബി കുപ്രസിദ്ധം. 81 മുതൽ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ആൻസർ പറഞ്ഞു പോകാം. 81 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം. ഓപ്ഷൻ ഡി. 82 ഓപ്ഷൻ ബി ആണ്. കുറ്റകരമായ നരഹത്യ. കുറ്റകരമായ നരഹത്യ. 83
ആൻസർ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1, 2 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. എൺപത്തിനാല് നോക്കാം. 84 ആൻസർ ഓപ്ഷൻ എ ആണ്. കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ചൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്ഷൻ എ. 85 ഓപ്ഷൻ എ, ബി ആൻഡ് സി ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 85 ഓപ്ഷൻ ഡി. 86 മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1, 2 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇവിടെ. ഓപ്ഷൻ എ. 87 ഫയൽ നോട്ടിങ്സ്. ഓപ്ഷൻ ഡി. 88 ഓപ്ഷൻ സി ആണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഉൾപ്പെട്ടിട്ടില്ലാത്തത്. ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ബി ആണ്. പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. 91 ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 91 ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 92 സെഷൻ 32 ഓപ്ഷൻ ബി സെക്ഷൻ 32. 93 വാക്യം 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ഡി. കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ ഡി. ഓപ്ഷൻ എ ആൻഡ് ബി കൂടാതെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കണം. 95 ഓപ്ഷൻ ഡി. 96 6 വർഷം. ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ ബി. 97 16 ഓപ്ഷൻ സി 16. 98 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. ഓപ്ഷൻ എ. 98 ഓപ്ഷൻ എ. 99 സെക്ഷൻ 67A ഓപ്ഷൻ ബി സെക്ഷൻ 67A. 100 സെക്ഷൻ 43 ഓപ്ഷൻ എ സെക്ഷൻ 43. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.